ഹലോ എക്സാമിനർ SSLC ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മോഡൽ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഡെയിലി ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ കംപ്ലീറ്റ് എടുത്തു തരുന്ന ഒരു പുതിയ സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. വൈകുന്നേരം 7 മണിക്കും രാവിലെ 6 മണിക്കുമായിട്ടാണ് ലൈവുകൾ ഉണ്ടാവുക. അപ്പോൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചെടുക്കുക. ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം. ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പല കുട്ടികളും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാപ്റ്ററൊക്കെ പഠിക്കും. സാർ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പരീക്ഷ ഹാളിൽ പോയിരുന്നിട്ട് ആ പേപ്പറിൽ ആ ചോദ്യം കാണുമ്പോൾ എനിക്ക് ആ ചോദ്യം കൊണ്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ചതായിരിക്കും, പരീക്ഷ ഹാളിൽ നിന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ ഇതായിരുന്നല്ലോ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ പരിഹാരം ഒരിക്കലും എന്തല്ല, കൂടുതൽ പഠിക്കുക എന്നല്ല. കൂടുതൽ പഠിച്ചുകൊണ്ട് കാര്യമുണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അത് പലരും നേരിടും, ഇതുവരായിട്ട് നന്നായിട്ട് പഠിക്കാത്തവർ അത് നേരിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ശരിയാക്കണമെങ്കിൽ കൂടുതൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ സൊല്യൂഷൻ എന്താണ് മക്കളെ? നിങ്ങൾ എന്താ പ്രശ്നം? പരീക്ഷ എഴുതുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പരീക്ഷ എഴുതി അത് ശീലിക്കണം. കാരണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ അവളിരിക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് കുറേ ചോദ്യങ്ങൾ കാണുമ്പോൾ അതുകൊണ്ട് പേടിയാവുന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 2 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ കിട്ടാത്ത കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ കയറിയിട്ട് ചിലപ്പോൾ അറിയുന്നതും കൂടെ നിങ്ങൾ തെറ്റിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയോടുള്ള ഒരു പേടി, അല്ല ആ ഒരു വെറുപ്പിക്കൽ ഒരു ഫീലിംഗ് ഇല്ലേ, അത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ പുതിയതായിട്ട് ഒരു സീരീസ് നമ്മുടെ യൂട്യൂബിൽ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഇസ് കോൾഡ് SSLC മോഡൽ എക്സാം സീരീസ്. ഈ മോഡൽ എക്സാം സീരീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ മോഡൽ എക്സാമിന് മുമ്പ്, ആക്ച്വൽ പബ്ലിക് എക്സാമിന് മുമ്പ് നമ്മൾ എക്സാമിനർ നടത്തുന്ന ഫുൾ ലെങ്ത് ഒരു മോഡൽ എക്സാം സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ആ സീരീസിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. മാത്രമല്ല, കുറച്ച് അടിപൊളി കിടിലൻ ചോദ്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും നിങ്ങൾ കാണാൻ പോകുന്ന പല ചോദ്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ 2 രീതിയിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക. ഒന്ന്, ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക. മാത്രമല്ല, എക്സാം എങ്ങനെ എടുക്കണം എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. സാർ, ഇത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിൻ്റെ കംപ്ലീറ്റ് ടൈം ടേബിളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ തന്നെയായിരിക്കും. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്കുള്ള ടൈം ടേബിളാണ്, മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളാണ് ഞാൻ കാണിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി നിങ്ങളുടെ മാത്സിൻ്റെ മോഡൽ എക്സാം നടക്കുന്നതായിരിക്കും. ഇത് എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ്. എല്ലാവർക്കും ഇത് ആക്സസിബിൾ ആയിരിക്കും. എങ്ങനെ കിട്ടുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫെബ്രുവരി 6-ാം തീയതി അതേ പേപ്പറിൻ്റെ ആൻസർ കീ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ടൈമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫെബ്രുവരി 7-ന് ഫിസിക്സ് ഉണ്ടാകുന്നതായിരിക്കും. തൊട്ടടുത്ത ദിവസം ആൻസർ കീ, വീണ്ടും അടുത്ത ദിവസം കെമിസ്ട്രി ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് പരീക്ഷ നടത്തുക. ഓരോ പരീക്ഷ കഴിഞ്ഞും അതിൻ്റെ ആൻസർ കീ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇത് എപ്പോഴായിരിക്കും സാർ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ, നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയം 5 മണിക്കായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇടവിട്ടുള്ള ഞാൻ കാണിച്ച ടൈം ടേബിൾ പ്രകാരം 5 മണിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, എവിടെയാണെന്ന് ഞാൻ കാണിച്ചത്, ആ വെബ്സൈറ്റിൽ 5 മണിക്ക് ഈ പേപ്പർ ലൈവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ എടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ 5 മണിക്ക് തന്നെ എടുത്ത് പരിപാടിയും കൂടി തീർക്കുക. അല്ലേ, 1 മണിക്കൂറിൻ്റെ അല്ല 1.5 മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടാവും. മാത്സിന് മാത്രം കുറച്ച് സമയം കൂടും. അല്ലാത്ത സബ്ജക്റ്റ് വേഗം തീർക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എഴുതി തീർക്കുക. 5 മണിക്ക് തീർത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 5 മണിക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കീ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. ഓൾസോ നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തെറ്റിയത്, ഏതാണ് കറക്റ്റായത്, എങ്ങനെയാണ് തെറ്റിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങൾക്ക് വേറൊരു സമയത്ത് കിട്ടാനുണ്ടാവില്ല. ദിസ് ഈസ് ദി ബെസ്റ്റ് ടൈം. അതുകൊണ്ട് ഇത് മാക്സിമം യൂസ് ചെയ്യാം. ഇനി സാർ, ഈ പേപ്പർ എവിടെയാണ് കിട്ടുക, ഞാൻ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, examiner.com പോവുക. എല്ലാ പേപ്പറും examiner.com ഉണ്ടാവും. അപ്പോൾ examiner.com സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹോം പേജിൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസിൽ നിങ്ങൾ മോഡൽ എക്സാം സീരീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ SSLC മോഡൽ എക്സാമിൽ പോയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം മാത്സ് ആണെങ്കിൽ ഫസ്റ്റ് എക്സാം മാത്സിന് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഓരോരോ സബ്ജക്റ്റിന് അങ്ങനെ വരുന്നതായിരിക്കും ഷെഡ്യൂൾ പ്രകാരം. അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൻ്റെ പേപ്പർ നിങ്ങൾക്ക് PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാച്ച് നോക്കാം. ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരിക്കത്തെ പരീക്ഷ എഴുതുക അതേപോലെ തന്നെ മാക്സിമം എഴുതാൻ നോക്കണം. അല്ലാണ്ട് വെറുതെ നോക്കിയിട്ട് ഇതിനിക്കറിയാം അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ആ ഒരു പ്രശ്നം, പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോഴുള്ള പ്രശ്നം അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്നിട്ട് എങ്ങനെയാണോ നിങ്ങൾ പരീക്ഷ അവിടെ എഴുതുക, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് ഫോണും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ സമയം അവിടെ ഇരുന്ന് അത് എഴുതണം.
കാരണം അതും ഒരു സ്കില്ലാണ് അല്ലേ. 2 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് അങ്ങനെ വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് എഴുതാനുള്ളൊരു സ്കില്ല്, അത് വേറെ തന്നെ സ്കില്ലാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും ആ സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട് അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ സ്കില്ല് പല കുട്ടികൾക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടോ, എല്ലാം ഉണ്ടോ, പക്ഷേ ഈ ഒരു സ്കില്ലില്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലാണ്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് ഒരു ആൻസർ പേപ്പറിൽ നിങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസത്തെ വീഡിയോ 5 മണിക്ക് വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾ ആൻസർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, എത്ര മാർക്ക് കിട്ടി നോക്കുക, എവിടേക്കാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്, എവിടേക്കാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യമൊക്കെ നടക്കണം. എന്താണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ പഠിച്ചതുകൊണ്ടോ കൂടുതൽ ലൈവ് ക്ലാസ് കണ്ടതുകൊണ്ടോ നടക്കില്ല. അതിന് ഈ പണി തന്നെ ചെയ്യണം. അപ്പോൾ ഈ പണി ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും പബ്ലിക് എക്സാം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ് ആണ് മക്കളെ. അപ്പോൾ ഇതെല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ഫീസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവസാനം ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ഇനിയും പഠിക്കാൻ റെഡിയാണ്. ഷോർട്ട് നോട്ട്സ് ലൈവ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ക്രാഷ് ബാച്ച് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് താഴെ നമ്പർ വാട്സപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇനി അത് ഉദ്ദേശിക്കുന്ന ഫുൾ A+ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ പഠിച്ചെടുത്തിട്ട് ഇനി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ബാച്ചിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ലൈവ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ അത് ഇനി ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വേഗം വാട്സപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുക. പിന്നെ ഈ ഒരു സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ അല്ലെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാർ അടിപൊളിയായിട്ട് തോന്നുന്നുള്ള ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് പണി തുടങ്ങുക. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം.